Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ദൈവവചനത്തില് നമുക്കൊരു മഹാവ്യക്തിയെ കാണുവാനായിട്ട് കഴിയും. അദ്ദേഹത്തിന്റെ പേരാണ് വിശ്വാസികളുടെ പിതാവായ അബ്രഹാം. അബ്രഹാത്തെ കുറിച്ച് കേൾക്കാത്ത വ്യക്തികൾ വളരെ വിരളമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തിയുടെ പുസ്തകത്തില് 12-ാം അധ്യായത്തില് അബ്രഹാത്തെ ദൈവം വിളിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ വിളിയോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് അബ്രഹാം ഇതുവരെ കേൾക്കാത്ത ഒരു രാജ്യത്തിലേക്ക് തൻ്റെ ആടുമാടുകളെയും തൻ്റെ എല്ലാ സമ്പത്തും കൊണ്ട് യാത്ര പുറപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, അബ്രഹാം കാനാൻ ദേശത്തെത്തിയപ്പോൾ, ദൈവം വാഗ്ദാനം ചെയ്ത ദേശത്തെത്തിയപ്പോൾ അബ്രഹാം ചെയ്ത ആദ്യത്തെ പ്രവൃത്തി എന്തെന്ന് നിങ്ങൾക്കറിയാമോ? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് അബ്രഹാത്തെ ദൈവം ഇത്ര വലിയ വ്യക്തിയായിട്ട് ഉയർത്തിയത്. അബ്രഹാം ആ കാനാൻ ദേശത്തേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ അദ്ദേഹത്തിന് ആദ്യം ചെയ്യേണ്ട കാര്യം അദ്ദേഹത്തിന് വേണ്ടി ഒരു വാസസ്ഥലം സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതൊന്നും ചെയ്യാതെ അബ്രഹാം ചെയ്ത ഒരു പ്രവൃത്തി എന്തെന്ന് നിങ്ങൾക്കറിയാമോ? അവൻ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി, ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി, ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുവാൻ വേണ്ടി ദൈവത്തിന് വേണ്ടി ഒരു ബലിപീഠം പണിതു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അബ്രഹാത്തിന് അറിയാമായിരുന്നു അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തെന്ന്. അവനും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ സ്ഥാപിക്കുന്ന, അവനും ദൈവവുമായിട്ടുള്ള ആരാധന ഉയരുന്ന ബലിപീഠമാണ് ആദ്യം സ്ഥാപിക്കേണ്ടതെന്ന് അബ്രഹാത്തിന് വളരെ വ്യക്തതയുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്നെ ശ്രമിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരംഭിക്കുന്നതിനേക്കാൾ മുമ്പ്, ഒരു പ്രഭാതം ആരംഭിക്കുന്നതിനേക്കാൾ മുമ്പ്, നിങ്ങൾ നിങ്ങളുടെ ജോലിയിലേക്ക് കടക്കുന്നതിനേക്കാൾ മുമ്പ്, നിങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ആദ്യം നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളും അബ്രഹാത്തെ പോലെ വലിയവനായ ഒരു വ്യക്തിയായിട്ട് ദൈവം നിങ്ങളെ മാറ്റിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. ആ ജീവിക്കുന്ന ദൈവത്തെ, ആ ജീവിക്കുന്ന സത്യദൈവത്തെ ദേഹം, ദേഹി, ആത്മാവ് കൊണ്ട് നമുക്ക് ആരാധിച്ച് അവനെ പുകഴ്ത്തി നമുക്ക് അവനെ സ്തുതിക്കാം. ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, തിരുമുൻപിൽ നിന്നിടുവാ, തിരുമുഖം പ്രസാദിക്കുവാ, തിരുമുൻപിൽ തിരുമുഖം പ്രസാദിക്കുവാ, കൃപാസനത്തിൽ ഓടിയണഞ്ഞിടുന്നേ, ക്രൂശിൻ നിഴലിൽ ഞാൻ മറഞ്ഞിടുന്നേ, കൃപാസനത്തിൽ ഓടിയണഞ്ഞിടുന്നേ, ക്രൂശിൻ നിഴലിൽ ഞാൻ മറഞ്ഞിടുന്നേ, ദേഹം, ദേഹി, ആത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ, ദേഹം, ദേഹി, ആത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ. Yes, Lord. We worship you, Lord. ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, ഒന്നു മാത്രം ചോദിച്ചിടുന്നേ, അതു തന്നെ ആഗ്രഹിക്കുന്നേ, ഒന്നു മാത്രം ചോദിച്ചിടുന്നേ,
സൗന്ദര്യത്തെ എന്നും ദർശിക്കണം. നിന്നാലയത്തിൽ എന്നും വസിച്ചിടണം. ദേഹം ദേഹിയാത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ. ദേഹം ദേഹിയാത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ. ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ. യേശു എൻ്റെ നല്ല സമ്പത്ത്, എന്നല്ല സഖിയേതു നേരത്തും. യേശു എൻ്റെ നല്ല സമ്പത്ത്, എന്നല്ല സഖിയേതു നേരത്തും. വേറെയൊന്നും ഞാൻ തേടുന്നില്ല, എൻ പ്രിയനു വേണ്ടി ഞാൻ കാത്തിടുന്നേ. വേറെയൊന്നും ഞാൻ തേടുന്നില്ല, എൻ പ്രിയനു വേണ്ടി ഞാൻ കാത്തിടുന്നേ. ദേഹം ദേഹിയാത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ. ദേഹം ദേഹിയാത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ. ദേഹം ദേഹിയാത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ. യേശുവേ, ഹല്ലേലൂയ ലോർഡ്. കർത്താവേ, ദേഹദേഹി ആത്മാവിനെ സൗരഭ്യമുള്ള വാസനയായി അവിടുന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ദേഹം കൊണ്ടും ഞങ്ങളുടെ ദേഹി കൊണ്ടും കർത്താവേ ഞങ്ങളങ്ങേ ആരാധിക്കട്ടെ. കർത്താവേ, അബ്രഹാം പിതാവ് ദൈവത്തെ ആരാധിച്ചതുപോലെ, പൂർവ്വപിതാക്കന്മാർ ദൈവത്തെ ആരാധിച്ചതുപോലെ, സകല വിശുദ്ധന്മാർ ദൈവത്തെ ആരാധിക്കുന്നത് പോലെ, സിറാഫുകളും കിരൂബുകളും ദൈവത്തെ ആരാധിക്കുന്നത് പോലെ എളിയവരായ ഞങ്ങളും നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കട്ടെ. കർത്താവേ, എളിയവരായ ഞങ്ങളും നിന്നെ സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ സ്തുതിഗീതികൾ ഞങ്ങൾ ആലപിക്കട്ടെ. കർത്താവേ, നീ മാത്രം ഞങ്ങൾക്ക് എല്ലാ സമ്പത്ത്. കർത്താവേ, നീ ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത്. കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, അങ്ങയുടെ നാമത്തിന് മാത്രം ഞങ്ങൾ നന്ദി കരയറ്റുന്നു. കർത്താവേ, എന്റെ കർത്താവേ, എന്റെ രക്ഷകനെ, എന്റെ നായകനെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ശബ്ദം ഉയർത്തിക്കൊണ്ട്, ഞങ്ങളുടെ ആരോഗ്യം ഉയർത്തിക്കൊണ്ട്, ഞങ്ങളുടെ ആയുസിന്റെ എല്ലാ ദിനങ്ങളും കർത്താവേ ഞങ്ങളങ്ങേ ആരാധിക്കട്ടെ, ഞങ്ങളങ്ങേ സ്തുതിക്കട്ടെ, ഞങ്ങളങ്ങേക്ക് പാട്ടുകൾ പാടട്ടെ. കർത്താവേ, നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നാമത്തിന് മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, കൊളോസിയൻസ് 2-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അധികാരങ്ങളെയും ആധിപത്യങ്ങളെയും അവൻ നിരായുധമാക്കി, കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായ അവഹേളന പാത്രമാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര മനോഹരമായ ദൈവവചനമാണ് പ്രിയപ്പെട്ടവരെ നാം കേട്ടത്. എത്ര പ്രത്യാശ നൽകുന്ന ഒരു ദൈവവചനമാണ് പ്രിയപ്പെട്ടവരെ നാം കേട്ടത്. കാൽവരിയുടെ കുരിശിൽ കിടക്കുന്ന കർത്താവ് ഒരു പരാജിതന്റെ ചിഹ്നമല്ല പ്രിയപ്പെട്ടവരെ. കാൽവരിയിലെ കുരിശിൽ എല്ലാം തകർക്കപ്പെട്ടവനെ പോലെ കിടക്കുന്നവന്റെ അത് ഒരു പരാജിതന്റെ ചിഹ്നമല്ല പ്രിയപ്പെട്ടവരെ, മറിച്ച് അത് വിജയിച്ച കർത്താവിന്റെ ചിഹ്നമാണ് പ്രിയപ്പെട്ടവരെ. കാൽവരിയിലെ കുരിശിൽ അവൻ പിശാചിന്റെ തലയെ തകർത്തു പ്രിയപ്പെട്ടവരെ. കാൽവരിയിലെ കുരിശിൽ നിന്നെ ഭീതിയാൽ നിന്നെ അടിപ്പമെടുത്തിക്കൊണ്ടിരുന്ന പാപത്തിന്റെ
എല്ലാ കെട്ടുകളെയും കർത്താവ് തകർത്തു പ്രിയപ്പെട്ടവരെ. നിന്റെ പരാജയത്തിന്റെ ഭീതിയെ കർത്താവ് കാൽവരിയിലെ ക്രൂശിലെ എടുത്ത് കാട്ടിക്കളഞ്ഞ് പ്രിയപ്പെട്ടവരെ. നിന്റെ രോഗത്തിന്റെ ഭീതിയെ കർത്താവ് കാൽവരിയിലെ കുരിശിലെ എടുത്തു കാട്ടിക്കളഞ്ഞ് പ്രിയപ്പെട്ടവരെ. നിന്നെ ഭരിച്ചു കൊണ്ടിരുന്ന എല്ലാ അധികാരത്തെയും അവൻ കാൽവരിയിലെ കുരിശില് നിരായുധമാക്കി എന്നാണ് ദൈവവചനത്തിൽ പറയുന്നത്. നീ ഇനി യാതിനും അടിമയല്ല പ്രിയപ്പെട്ടവരെ. നീ യാതൊരു അധികാരങ്ങൾക്കും ആധിപത്യത്തിനും എൻ്റെ മകനെ മകളെ നീ അടിമയല്ല പ്രിയപ്പെട്ടവരെ. നീ ക്രിസ്തുവിൻ്റെതാണ്. നീ ക്രിസ്തുവിനെ ആരാധിക്കാനുള്ളവനാണ്. നീ ക്രിസ്തുവിനെ സ്തുതിക്കാനുള്ളവനാണ്. നിന്റെ ജീവിതം കൊണ്ട്, നിന്റെ ആയുസ് കൊണ്ട് നീ ഒന്ന് മാത്രം ചെയ്താൽ മതി. അവനെ അറിഞ്ഞ്, അവനെ ആരാധിച്ച്, അവനെ സ്തുതിച്ച് നീ ജീവിച്ചാൽ മാത്രം മതി പ്രിയപ്പെട്ടവരെ. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നാം ആരാധിക്കുന്ന ദൈവം, നാം സ്തുതിക്കുന്ന ദൈവം, നാം മഹത്വപ്പെടുത്തുന്ന ദൈവം, അവൻ മരണത്തെ ജയിച്ചവനാണ്. പിശാചിന്റെ മേൽ ജയമാഘോഷിച്ച ഒരു ദൈവമാണ്. ആ ദൈവത്തെ നീ വിശ്വസിക്കുന്നുവോ? ആ ദൈവത്തെ നീ ആരാധിക്കുന്നുവോ? ആ ദൈവത്തെ നീ മഹത്വപ്പെടുത്തുന്നുവോ? നിന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റമുണ്ടാകും. ആ സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ച ആ ദൈവത്തെ, ദൂതന്മാർ ആരാധിക്കുന്ന ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം, നമുക്ക് മഹത്വപ്പെടുത്താം. അവരുടെ നാമത്തിന് നന്ദി കരയറ്റാം പ്രിയപ്പെട്ടവരെ. സ്വർഗവും ഭൂമിയും വാഴ്ത്തുന്ന നാഥ, മരണത്തെ ജയിച്ചവനെ ആരാധന. സ്വർഗവും ഭൂമിയും വാഴ്ത്തുന്ന നാഥ, മരണത്തെ ജയിച്ചവനെ ആരാധന. പീഡകളെല്ലാം എനിക്കായേറ്റ ലോകരക്ഷകനെ ആരാധന. പീഡകളെല്ലാം എനിക്കായേറ്റ ലോകരക്ഷകനെ ആരാധന. തിരുവെഴുത്തെല്ലാം പൂർത്തിയാക്കിയ മരണത്തെ ജയിച്ചവനെ ആരാധന. മാനവരൊന്നായി ഏറ്റുപാടുന്ന മരണത്തെ ജയിച്ചവനെ ആരാധന. സെറാഫുകൾ വാഴ്ത്തിപ്പാടും ഉന്നതനെ, കെരൂബുകൾ ആരാധിക്കും പരിശുദ്ധനെ, ആത്മാവിനാൽ ആരാധിക്കും വിശുദ്ധരൊത്ത്, പാടും ഞാനും നീ എന്നും പരിശുദ്ധനാം. സെറാഫുകൾ വാഴ്ത്തിപ്പാടും ഉന്നതനെ, കെരൂബുകൾ ആരാധിക്കും പരിശുദ്ധനെ, ആത്മാവിനാൽ ആരാധിക്കും വിശുദ്ധരൊത്ത്, പാടും ഞാനും നീ എന്നും പരിശുദ്ധനാം. പരിശുദ്ധാരൂപിയെ വാഗ്ദാനം ചെയ്ത മരണത്തെ ജയിച്ചവനെ ആരാധന. വാനമേഘങ്ങളിൽ ആഗതനാകുന്ന മരണത്തെ ജയിച്ചവനെ ആരാധന. സേന
സെറാഫുകൾ വാഴ്ത്തിപ്പാടും ഉന്നതനെ, കെരൂബുകൾ ആരാധിക്കും പരിശുദ്ധനെ, ആത്മാവിനാൽ ആരാധിക്കും വിശുദ്ധരൊത്ത്, പാടും ഞാനും നീ എന്നും പരിശുദ്ധനാം. സെറാഫുകൾ വാഴ്ത്തിപ്പാടും ഉന്നതനെ, കെരൂബുകൾ ആരാധിക്കും പരിശുദ്ധനെ, ആത്മാവിനാൽ ആരാധിക്കും വിശുദ്ധരൊത്ത്, പാടും ഞാനും നീ എന്നും പരിശുദ്ധനാം. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. സുന്ദരനായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കോടാനുകോടി ദൂതഗണങ്ങൾ ആരാധിക്കുന്നവനെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, സിറാഫുകൾ ആരാധിക്കുന്നവനെ, പരിശുദ്ധനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. എല്ലാ മഹത്വവും അങ്ങേക്ക് കർത്താവേ, എല്ലാ മാനവും അങ്ങേക്ക് കർത്താവേ. സ്വർഗത്തിലെ ദൂതന്മാർ അങ്ങേ ആരാധിക്കുന്നു. അങ്ങ് പരിശുദ്ധനാണെന്ന് ഏറ്റുപറയുന്നു കർത്താവേ. സകല ദൂതന്മാരോട് ചേർന്ന് കർത്താവേ, സ്വർഗത്തോട് ചേർന്ന് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു കർത്താവേ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു കർത്താവേ. അങ്ങേക്ക് മാത്രം മഹത്വം കർത്താവേ, അങ്ങേക്ക് മാത്രം ആരാധന കർത്താവേ, അങ്ങേക്ക് മാത്രം സ്തുതി കർത്താവേ. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. എൻ്റെ രക്ഷകനെ, എൻ്റെ നായകനെ, എൻ്റെ ആനന്ദമേ, എൻ്റെ ആശ്വാസമേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. ഞാൻ അങ്ങയുടെ മുമ്പിൽ കുമ്പിടുന്നു കർത്താവേ. ഞാൻ അങ്ങയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് അങ്ങേ ആരാധിക്കുന്നു. എൻ്റെ രക്ഷകനെ, എൻ്റെ നായകനെ, എൻ്റെ വീണ്ടെടുപ്പുകാരാ, എൻ്റെ വിമോചകനെ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ട കുഞ്ഞാടെ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. എനിക്ക് വേണ്ടി അടികളേറ്റവനെ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. എനിക്ക് വേണ്ടി തുപ്പലേറ്റവനെ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. എൻ്റെ രക്ഷകനെ, എൻ്റെ യേശുവേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. ഉന്നതനെ, കെരൂബുകൾ ആരാധിക്കും പരിശുദ്ധനെ, ആത്മാവിനാൽ ആരാധിക്കും വിശുദ്ധരൊത്ത്, പാടും ഞാനും നീ എന്നും പരിശുദ്ധനാം. സെറാഫുകൾ ആരാധിക്കും ഉന്നതനെ, കെരൂബുകൾ ആരാധിക്കും പരിശുദ്ധനെ, ആത്മാവിനാൽ ആരാധിക്കും വിശുദ്ധരൊത്ത്, പാടും ഞാനും നീ എന്നും പരിശുദ്ധനാം. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ മഹത്വത്തെ കാണുന്നു കർത്താവേ. ദൂതന്മാർ ആരാധിക്കുന്ന അതിപരിശുദ്ധനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു കർത്താവേ. ദൈവമേ, കോടാനുകോടി സൂര്യനേക്കാൾ ശോഭയുള്ള എൻ്റെ പ്രാണപ്രിയ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു കർത്താവേ. അങ്ങേപ്പാൽ സുന്ദരനായി ഈ ലോകത്തിൽ ആരുമില്ല കർത്താവേ. അങ്ങയുടെ വലിയ സൗന്ദര്യത്തിന്റെ മുമ്പിൽ, അങ്ങയുടെ വലിയ മഹത്വത്തിന്റെ മുമ്പിൽ, അങ്ങയുടെ വലിയ ശോഭയുടെ മുമ്പിൽ കർത്താവേ, ഞങ്ങൾ സാഷ്ടാംഗം പ്രണമിച്ച് അങ്ങേ ആരാധിക്കുന്നു കർത്താവേ. ഈ ലോകത്തില് അങ്ങ് മാത്രമാണ് കർത്താവേ സ്തുതികൾക്ക് യോഗ്യനായവൻ. കർത്താവേ, അങ്ങ് മാത്രമാണ് കർത്താവേ ആരാധനയ്ക്ക് യോഗ്യനായവൻ. കർത്താവേ, അങ്ങ് മാത്രമാണ് കർത്താവേ ഞങ്ങളുടെ സ്തുതിയും ആരാധനയും സ്വീകരിക്കുവാനായിട്ട് യോഗ്യനായവൻ. ഞങ്ങളുടെ കൊല്ലപ്പെട്ട കുഞ്ഞാടെ, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരാ, ഞങ്ങളുടെ വിമോചക, ഞങ്ങളുടെ പ്രാണപ്രിയ, എൻ്റെ രക്ഷകനെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു.